അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജ്തബയിൽ നാം ഇന്ന് പരിചയപ്പെടുന്ന സുഹാബി വനിത ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ. ഉമയ്യ ഗോത്രത്തലവനായ ഉഖ്ബത്ത് ബിനു അബി മുഅയ്ദിന്റെ മകളാണ് ഉമ്മു കുൽസൂം. ഉസ്മാൻ ബിനു അഫ്ഫാന്റെ ഉമ്മയൊത്ത സഹോദരി. അവരുടെ പിതാവ് ഇസ്ലാമിന്റെ ശത്രു മാത്രമായിരുന്നില്ല. നബിയോട് അയാൾക്കുള്ളത്ര ശത്രുത ഖുറൈശികളിൽ ആർക്കുമുണ്ടായിരുന്നില്ല എന്നതാണ് ശരി. കൈകൊണ്ടും നാവുകൊണ്ടും ഒരേ സമയം അയാൾ തിരുമേനിയെ ദ്രോഹിച്ചു. വിരോധികൾ പോലും നബിയെ വ്യക്തിപരമായി ബഹുമാനിച്ചപ്പോൾ അയാൾ മുഖത്തു നോക്കി തെറിവിളിച്ചു. തിരുമേനി നമസ്കരിക്കുമ്പോൾ അയാൾ ഒട്ടകത്തിന്റെ നാറുന്ന കുടൽമാല കഴുത്തിലിട്ടു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് തിരുമേനിയെ അയാൾ കഴുത്തു ഞെക്കി കൊല്ലാൻ ശ്രമിച്ചു. പിതാവിന്റെ ഈ ശത്രുതാ നടപടികൾ കണ്ടും കേട്ടും കഴിയുന്ന ഉമ്മു കുൽസൂം സത്യവിശ്വാസം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് അത്ഭുതം തന്നെയാണ്. അസാമാന്യമായ ആ ധീരതയെ എത്ര വാഴ്ത്തിയാലും അധികമാവില്ല. ഇസ്ലാമിന്റെ അന്നത്തെ ദയനീയാവസ്ഥ കൂടി പരിഗണിക്കുമ്പോഴാണ് ഉമ്മു കുൽസൂമിന്റെ മഹാത്മ്യം തെളിഞ്ഞു കാണുക. നാനാഭാഗത്തു നിന്നും എതിർപ്പുകൾ മുസ്ലിങ്ങളെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരുന്ന കാലം. ഇസ്ലാമിൽ വരുന്നവർക്ക് ഉപദേശങ്ങളല്ലാതെ മറ്റൊന്നും നൽകാൻ നബിയുടെ കയ്യിലില്ല. അദ്ദേഹം തന്നെ മർദ്ദനങ്ങളും ശകാരങ്ങളും സഹിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നു. മർദ്ദനം സഹിക്കവയ്യാഞ്ഞ് ഒരു വിഭാഗം മുസ്ലിങ്ങൾ കുടുംബസമേതം അബിസീനിയയിലേക്ക് ഒളിച്ചോടിപ്പോയി. ശേഷിച്ചവർ ഒളിച്ചും പേടിച്ചും പർവ്വത പ്രാന്തങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു. ഒരു ഭൗതിക നേട്ടവും പ്രതീക്ഷിക്കാനില്ല. സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇസ്ലാമിന് ഭാവിയുണ്ടെന്ന് അനുമാനിക്കാനും നിവൃത്തിയില്ല. ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ കൂട്ടത്തിൽ മതം മാറി എന്ന് വെക്കാനും ഉമ്മു കുൽസൂമിന്റെ കാര്യത്തിൽ വയ്യ. ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു അവരുടേത്. തുണക്കോ സഹായത്തിനോ കുടുംബത്തിൽ ഒരാളുമില്ല. ഇങ്ങനെ ഏകാകിനിയായി ഇസ്ലാമിൽ വന്ന ഒരു അബലയ്ക്ക് നേരിട്ടേക്കാവുന്ന മർദ്ദനങ്ങളും യാതനകളും ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷേ പുരുഷന്മാരെ വെല്ലുന്ന മനോധൈര്യത്തിന്റെയും ആദർശദാർഢ്യത്തിന്റെയും ഉടമയായിരുന്നു ഉമ്മു കുൽസൂം. അടിയും അപമാനവും തീയും ഇരുമ്പ് ചെങ്ങലയും പട്ടിണിയും ബഹിഷ്കരണവും സഹിച്ച് അവർ വിശ്വാസത്തെ പരിരക്ഷിച്ചു. മുസ്ലിങ്ങളും പിന്നാലെ നബിയും മദീനയിലേക്ക് ഹിജ്റ പോയിരിക്കുന്നു. അപ്പോഴും ഉമ്മു കുൽസൂം വീട്ടുകാരുടെ തടവറയിൽ മർദ്ദനങ്ങളോട് മല്ലിട്ട് കഴിയുകയായിരുന്നു. എങ്ങനെയെങ്കിലും ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. നബിയും അനുയായികളും മക്കയിലുണ്ടെന്ന ഒരാശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു. വർഷങ്ങൾ നീണ്ടുനിന്ന പരീക്ഷണങ്ങളെ വിശ്വാസത്തോടും ക്ഷമയോടും കൂടി തരണം ചെയ്ത് ഉമ്മു കുൽസൂം ആദർശത്തിന്റെ വീരേതിഹാസം സൃഷ്ടിക്കണമെന്നായിരുന്നു അള്ളാഹുവിന്റെ നിശ്ചയം. ഈമാനം കൊണ്ട് പലായനം ചെയ്യാൻ അവർക്ക് കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ വീട്ടുകാരുടെയും ശത്രുക്കളുടെയും കണ്ണുവെട്ടിച്ച് പുറത്തു ചാടിയപ്പോൾ മറ്റൊരു പ്രശ്നം. എങ്ങനെ മദീനയിലെത്തും? ആരുടെ കൂടെ പോവും? ഒറ്റ മുസ്ലിമിനെ പോലും എങ്ങും കാണാനില്ല. എല്ലാവരും എന്നോ നാട് വിട്ടു കഴിഞ്ഞു. തനിച്ച് ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നതും അപകടം. അധികം ചിന്തിച്ചു നിൽക്കാൻ നേരമില്ല. ഖുറൈശികളുടെ പിടിയിൽ അകപ്പെടുന്നതിന് മുമ്പ് നാടുവിടണം. വരുന്നത് വരട്ടെ എന്ന് കരുതി അവർ പുറപ്പെട്ടു. മക്കയുടെ അതിർത്തി വിടുന്നതിന് മുമ്പ് ഭാഗ്യത്തിന് തുണക്ക് ഒരാളെ കിട്ടി. ഒരു ഖുസാ ഗോത്രക്കാരൻ. അയാളുടെ കൂടെ സുരക്ഷിതമായി മദീനയിൽ ചെന്നു ചേർന്നപ്പോൾ അവർ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. സുരക്ഷിത താവളത്തിൽ നബിയുടെയും മുസ്ലിങ്ങളുടെയും അരികത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ചാട്ടവാറും തീയും ചങ്ങലയുമില്ല. ഹുദൈബിയ കരാർ നിലവിലുള്ള സമയമായിരുന്നു അത്. മുശ്രിക്കുകളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ അഭയം പ്രാപിച്ചാൽ ആ വ്യക്തിയെ ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട്. പിറ്റേന്ന് ഉമ്മു കുൽസൂമിനെ വീണ്ടെടുക്കാൻ സഹോദരന്മാരായ വലീദും ഉമാറയും മദീനയിലെത്തി. അന്യരാജ്യത്തും ശത്രുക്കൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അള്ളാഹുവെ, ഇതെന്ത് പരീക്ഷണം! സഹോദരന്മാർ നബിയെ സമീപിച്ച് ആവശ്യപ്പെട്ടു. മുഹമ്മദേ, താങ്കൾ ഞങ്ങളോട് ചെയ്ത കരാർ പാലിക്കണം. ഉമ്മു കുൽസൂം ഞങ്ങളുടെ പെങ്ങളാണ്. അവളെ ഞങ്ങൾക്ക് വിട്ടുതരിക. ഉമ്മു കുൽസൂം തിരുസന്നിധിയിൽ ഓടിയെത്തി. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല വലീദും ഉമാറയും അന്വേഷിച്ചു വന്നത്. സംരക്ഷിക്കലല്ല, മർദ്ദിക്കലാണ് അവരുടെ ലക്ഷ്യം. ഒളിച്ചോടിയതിനുള്ള ശിക്ഷ കൂടി
താൻ അനുഭവിക്കേണ്ടി വരും. ഉമ്മു കുൽസൂം നബിയോട് ഇപ്രകാരം കേണപേക്ഷിച്ചു: അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ ഒരു സ്ത്രീയാണ്. ദുർബലകളായ സ്ത്രീകൾ ശത്രുക്കളുടെ പിടിയിൽ അകപ്പെട്ടാലുള്ള സ്ഥിതി അങ്ങയോട് പറയേണ്ടതില്ലല്ലോ. മർദ്ദനം അഴിച്ചുവിടാൻ അവിശ്വാസികൾക്ക് അങ്ങ് ഈ ഉള്ളവളെ വിട്ടുകൊടുക്കുകയാണോ? ഇനി എനിക്ക് ക്ഷമിച്ചുകൂടാ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി: വിശ്വസിച്ചവരെ, വിശ്വാസിനികൾ അഭയാർത്ഥിനികളായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിക്കുക. അവരുടെ വിശ്വാസത്തെപ്പറ്റി ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ്. അവർ വിശ്വാസിനികൾ തന്നെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അവരെ അവിശ്വാസികൾക്ക് നിങ്ങൾ മടക്കി കൊടുക്കരുത് എന്നായിരുന്നു ഈ പ്രശ്നത്തിൽ അള്ളാഹുവിൻ്റെ വിധി. ഇതിന്റെ വെളിച്ചത്തിൽ ഉമ്മു കുൽസൂമിന്റെ പലായനോദ്ദേശ്യം അള്ളാഹുവിനോടും പ്രവാചകനോടും ഇസ്ലാമിനോടുമുള്ള സ്നേഹമാണെന്നും ഭർത്താവ് സ്വത്ത് തുടങ്ങിയ സ്വാർത്ഥ്യം തേടിയല്ല അവർ വന്നതെന്നും നബി ഉറപ്പുവരുത്തി. എന്നിട്ട് സ്ത്രീകളുടെ കാര്യത്തിൽ കരാറിലെ വ്യവസ്ഥ അള്ളാഹു ദുർബലപ്പെടുത്തിയിരിക്കയാൽ സഹോദരിയെ വിട്ടുതരാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ് വലീദിനെയും ഉമാറയെയും തിരുമേനി തിരിച്ചയച്ചു. കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ദുർഗതി വന്നില്ലല്ലോ എന്നോർത്ത് ഉമ്മു കുൽസൂം അള്ളാഹുവെ സ്തുതിച്ചു. മദീനയിൽ ഏകാന്ത ജീവിതം നയിച്ചു വന്ന ഈ മഹദി പിന്നീട് സെയ്ദ് ബിൻ ഹാരിസയെ ഭർത്താവായി സ്വീകരിച്ചു. ഇവിടെയും അവർ ആദർശധീരത തെളിയിച്ചു. സ്വാതന്ത്ര്യം നേടിയ അടിമയാണ് സെയ്ദ്. മദീനയിൽ അദ്ദേഹത്തിന് സ്വന്തക്കാരോ സ്വാധീനമോ ഇല്ല. പക്ഷേ നബിയുടെ സ്നേഹഭാചനവും ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയുമാണ് അദ്ദേഹം. അതു മതിയായിരുന്നു ഉമ്മു കുൽസൂമിന്. എല്ലാ താല്പര്യങ്ങളെക്കാളും ബന്ധങ്ങളെക്കാളും ഉപരിയായി ആദർശത്തിൻ്റെ വില കൽപ്പിച്ചു വന്നിട്ടുള്ള അവർക്ക് സൈദിനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ മനപ്രയാസമുണ്ടായില്ല. ഖുറൈശി തറവാട്ടുകാരിയാണെന്ന ഭാവം നടിക്കാതെ ഭർത്താവിനെ സ്നേഹിച്ചും അനുസരിച്ചും ബഹുമാനിച്ചും അവർ സംതൃപ്തമായ കുടുംബജീവിതം നയിച്ചു. പ്രസിദ്ധ ചരിത്രകാരനായ ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ തൊബഖാത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഉമ്മു കുൽസൂം ബിൻത് ഉഖബ ഒഴിച്ച് മറ്റൊരു ഖുറൈശി വനിതയും ഇസ്ലാം സ്വീകരിച്ച് മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിലേക്കും റസൂലിലേക്കും പുറപ്പെട്ടതായി അറിയപ്പെട്ടിട്ടില്ല. പുരുഷന്മാർക്ക് പോലും അക്ഷരാഭ്യാസം കുറവായിരുന്ന കാലത്ത് എഴുതാനും വായിക്കാനും വശമുണ്ടായിരുന്ന ഉമ്മു കുൽസൂം നബിയിൽ നിന്ന് 10 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ ഷഹീദായപ്പോൾ സുബൈർ ബിൻ അവ്വാം വിവാഹം ചെയ്തെങ്കിലും ആ ബന്ധം അധികം നീണ്ടില്ല. പിന്നീട് അബ്ദുറഹ്മാൻ ബിൻ ഔഫും അദ്ദേഹത്തിൻ്റെ മരണശേഷം അമ്ർ ബിനുൽ ആസും വിവാഹം ചെയ്തു.